ഹായ് ഹലോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇപ്പം കൺക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടിരിക്കുന്ന എക്കണോമിക്സിലെ ഒരു പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ കോമ്പിനേഷൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പബ്ലിക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ബജറ്റ് റിലേറ്റഡ് ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ആ ഡാറ്റയെ ബേസ് ചെയ്ത് നമ്മളോട് 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ 5 ക്വസ്റ്റ്യൻസും ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാൽ അറ്റ് ദ സെയിം ഡേ നമ്മൾ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റും ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും ആൻഡ് ദെൻ അതിൻ്റെ ഡെറിവേഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, അതേപോലെ തന്നെ ടിൻ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഇതേപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ പാസേജ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ആ പാസേജിൽ നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ ദ ബജറ്റ് വാസ് പ്രസന്റഡ് ബൈ ദി ഗവൺമെന്റ് ആൻഡ് സം മേജർ ഹെഡ്സ് ആൻഡ് ഐറ്റംസ് ആർ ഹൈലൈറ്റഡ് ഹിയർ. സോ അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ നമുക്ക് തരുന്നു. കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് അവർ നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു ടോട്ടൽ റെസീപ്റ്റ്സ് എത്രയാണ്? 400 crores ആണ്. ആക്ച്വലി ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 400 crores ആണ്. അതിൽ തന്നെ നമുക്ക് ടോട്ടൽ റെസീപ്റ്റ്സ് നമുക്ക് ബജറ്റിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റവന്യൂ റെസീപ്റ്റ്സും അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റ്സും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ റവന്യൂ റെസീപ്റ്റ്സ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 250 കോടിയാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ട് നമ്മളോട് പറയുന്നത് എത്രയാണ്? 150 കോടിയാണ്. അപ്പോൾ 250 150 ചേർന്നിട്ടാണ് ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന രീതിയിലേക്ക് നമ്മളോട് എത്ര പറഞ്ഞിരിക്കുന്നത്? 400 പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ടോട്ടൽ ടാക്സ് റെസീപ്റ്റ്സ് എടുത്തു കഴിയുമ്പോഴത്തേനും അതിലെ ടാക്സ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ടാക്സ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 220 കോടിയാണ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 30 കോടിയാണ്. ഓക്കെ, അതായത് നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ബേസിക്കലി നമുക്ക് തിരിക്കാം. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അതിൽ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വളരെ എക്സാക്ട്ലി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോൺ ടാക്സ് റവന്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്താണ്? സോ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എടുത്തു കഴിയുമ്പോഴത്തേനും ആ ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ ബോറോവിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 crores ആണ്. അതായത് ടോട്ടൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ 100 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി ലയബിലിറ്റീസും ബോറോവിങ്സും ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, അതുപോലെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 300 കോടിയാണ്. ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എത്രയാണ്? 100 കോടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ സൈഡും 400 ആണ് നമ്മളെ സംബന്ധിച്ച് വരുന്നത്. 300 എന്ന് പറഞ്ഞിരിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഏതാ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു 100 crores ബോറോവിംഗ് ആൻഡ് ലയബിലിറ്റീസ് നമ്മളോട് അവിടെ പറയുന്നുണ്ട് എന്നുള്ളത്. വീണ്ടും നമുക്ക് സ്പ്ലിറ്റപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ആക്ച്വലി. അതായത് ഗ്രാൻസ് ഫോർ ദി ക്രിയേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് 20 കോടിയാണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 100 കോടിയാണ്. ഓക്കെ, ഒരു സ്കീം എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മളെ സംബന്ധിച്ച് 75 കോടിയോടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതർ സ്കീം എക്സ്പെൻഡിച്ചർ ആയിട്ട് ഒരു 25 crores പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഓവറോൾ എക്കോണമിയുടെ GDP എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു? അത് എത്രയാണ്? 2000 കോടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് റിലേറ്റഡ് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെ തന്നിരിക്കുന്നു. അതെന്താണ്? കറണ്ട് അക്കൗണ്ട് നമുക്ക് ഡെഫിസിറ്റ് ആണ്, സർപ്ലസ് അല്ല. അത് എത്രത്തോളം തുല്യമാണ്? 50 കോടിക്ക് തുല്യമാണ്. അപ്പോൾ ഇത്രയും ബേസിക് ഇൻഫർമേഷൻ ആണ് നമ്മളെ സംബന്ധിച്ച് അവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു ബജറ്റ് എടുക്കുമ്പോൾ നമുക്ക് ബജറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ ബജറ്റിലെ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേസിക്കലി ഒരു യൂണിയൻ ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിയൻ ബജറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. യൂണിയൻ ബജറ്റ് നമുക്ക് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബജറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ റവന്യൂ ബജറ്റിനെ സംബന്ധിച്ച് നമുക്ക് 2 ഹെഡ്സ് ഉണ്ട്, റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഹെഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടാണ് റവന്യൂ റെസീപ്റ്റ്സ് എത്രയെന്ന് നമുക്ക് തന്നിരുന്നു, അതിന്റെ സോഴ്സസ് നമുക്ക് തന്നിരുന്നു. റവന്യൂ റെസീപ്റ്റ്സ് സോഴ്സസ് ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ ആണെന്നുള്ളതാണ്. ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്ട് ടാക്സസും ഉണ്ട്, ഡയറക്ട് ടാക്സസും ഉണ്ടായിരിക്കും അവിടെ നിന്നാണ്. നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഫീസ്, പെനാൽറ്റീസ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതുവഴി കിട്ടുന്ന ടാക്സേഷനും നോൺ ടാക്സേഷനും അല്ലാതെ ഗവൺമെന്റ് കിട്ടുന്ന ടാക്സേഷന് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും അല്ലാതെ ഗവൺമെന്റ് കിട്ടുന്ന എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിന് നമ്മൾ എന്തെന്ന് പറയും? നോൺ ടാക്സ് റവന്യൂ എന്ന രീതിയിലേക്ക് നമ്മൾ അവിടെ പറയും. അറ്റ് ദ സെയിം ഡേ റവന്യൂ ബജറ്റ് പോലെ തന്നെ അതർ പാർട്ട് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ബജറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിൽ എക്സാക്ട്ലി നമ്മളെ സംബന്ധിച്ച് 2 കോമ്പൗണ്ട്സ് ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്ന് പറയും. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ NDCRഉം DCR ആണ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയും. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈം എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഈ പറഞ്ഞ രീതിയിലേക്കുള്ള അക്വിസിഷൻ ഓഫ് ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതൊക്കെയാണ് നമ്മൾ ആക്ച്വലി എന്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്ന ബജറ്റിനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ബജറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബജറ്റും. ആൻഡ് ദെൻ റവന്യൂ ബജറ്റിന് 2 ഹെഡ് ഉണ്ട്, റവന്യൂ റെസീപ്റ്റ്സും
റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ ബജറ്റിനും 2 ഹെഡ് ഉണ്ട്. അതുപോലെ എന്താണ് ക്യാപിറ്റൽ റെസീവ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അതേപോലെ തന്നെ റവന്യൂ റെസീവ്സ് വരാനുള്ള സോഴ്സ് 2ആണ്, ടാക്സേഷനും നോൺ ടാക്സേഷനും. ഓക്കെ, ടാക്സേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 ഫോമാറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീവ്സ് 2 കാര്യങ്ങൾ ചേരുന്നതാണ്. ഡെറ്റ് ക്യാപിറ്റൽ റെസീവ്സ് NDCR, നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീവ്സ്. ഡെറ്റ് ക്യാപിറ്റൽ റെസീവ്സും നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീവ്സും ചേർന്നാണ് ആക്ച്വലി അത് ക്യാപിറ്റൽ റെസീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എന്താണ് പരിഗണിക്കുന്നതാണ്. ബിൽഡിംഗ്, ലാൻഡ്, അതിന്റെ അക്വിസിഷനും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ടിൻ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഈ 5 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് വാസ് ദി ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആസ് പെർസെന്റേജ് ഓഫ് GDP? ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ് വരുന്നത്, ആൻഡ് ദെൻ അത് ആസ് പെർസെന്റേജ് ഓഫ് GDP എടുക്കുമ്പോൾ എത്രയുണ്ട്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് നമ്മളോട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മുടെ മുമ്പിൽ പാസേജ് ഉണ്ട്. ആ പാസേജിൽ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാക്ട് ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബജറ്റ് ഡോക്യുമെന്റ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീവ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിൽ ടോട്ടൽ റെസീവ്സ് നമുക്ക് എന്ത് പരിഗണിക്കാൻ പാടില്ല? ബോറോവിങ്സ് പരിഗണിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ആക്ച്വലി? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം നമ്മൾ ആദ്യം നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ എന്താ അറിഞ്ഞിരിക്കണം? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീവ്സും നമ്മുടെ ഡിഫറൻസ് ആണ് ആക്ച്വലി അത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ റെസീവ്സ് നമ്മൾ എന്ത് പരിഗണിക്കില്ല? ബോറോവിങ്സ് പരിഗണിക്കില്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു 2 എക്സ്പെൻഡിച്ചേഴ്സ് ചേർന്നാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ടോട്ടൽ റെസീവ്സും 2 എക്സ്പെൻഡിച്ചേഴ്സ് ചേരുന്നതാണ് റവന്യൂ റെസീവ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീവ്സും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് ആണ്. അപ്പം ടോട്ടൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റെസീവ്സിൽ നമ്മൾ എന്ത് പരിഗണിക്കും? റവന്യൂ റെസീവ്സ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ പരിഗണിക്കും. കാരണം റവന്യൂ റെസീവ്സ് ടാക്സേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് നോൺ ടാക്സേഷൻ സോഴ്സിനാണ് നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് ബോറോവിംഗ് ഇല്ല. ആക്ച്വലി ഗവൺമെന്റ് നേരിട്ട് കിട്ടുന്ന ഇൻകം ആണ്. അപ്പം ടോട്ടൽ റെസീവ്സിൽ റവന്യൂ റെസീവ്സ് എപ്പോഴും എന്താണ്? ബോറോവിംഗ് ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ ക്യാപിറ്റൽ റെസീവ്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും ക്യാപിറ്റൽ റെസീവ്സ് നമുക്ക് എന്തുണ്ട്? ബോറോവിംഗ് ആൻഡ് ലയബിലിറ്റി ഉണ്ട് എന്നതാണ്. അപ്പൊ ക്യാപിറ്റൽ റെസീവ്സിന്റെ ബോറോവിംഗും ലയബിലിറ്റിയും ഒഴിച്ചുള്ള കാര്യം മാത്രമേ നമുക്കിവിടെ എന്താണ് പരിഗണിക്കേണ്ടതുള്ളൂ. അതാണ് ടോട്ടൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫുൾ ആയിട്ടുള്ള റവന്യൂ റെസീവ്സും ക്യാപിറ്റൽ റെസീവ്സിന്റെ ബോറോവിംഗ് അല്ലാത്തതും നമ്മളവിടെ പരിഗണിക്കുന്നതാണ്. ഇനി നമുക്ക് ഡാറ്റയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ടോട്ടൽ റെസീവ്സ് അതാണ് നമുക്കവിടെ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് ആ പാസേജിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ റെസീവ്സ് എത്രയാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ടോട്ടൽ റെസീവ്സ് 400 ആണ് നമുക്കവിടെ നേരിട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 എന്ന് പറയുന്നത് റവന്യൂ റെസീവ്സ് ആണ്. ആൻഡ് ദെൻ 150 എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റെസീവ്സ് ആണ് എന്നുള്ളതാണ് ആക്ച്വലി. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തോടെ ഇവിടെ പറഞ്ഞിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്തുണ്ട്? ഈ ക്യാപിറ്റൽ ടോട്ടൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് അല്ലേ? എക്സെപ്റ്റ് ദി ബോറോവിങ്സ് നമുക്ക് ബോറോവിങ്സ് എത്ര എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ക്യാപിറ്റൽ റെസീവ്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും ആ ക്യാപിറ്റൽ റെസീവ്സിൽ 100 എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി എന്താണ്? ബോറോവിംഗ് ആണ്. ആക്ച്വലി ബോറോവിംഗ് ആണെന്നുള്ള വളരെ എവിഡന്റ്ലി നമ്മളോട് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എടുത്ത് നോക്കുക. സോ പാസേജിൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ റെസീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻക്ലൂഡിംഗ് ദി ബോറോവിംഗ് എടുത്തു കഴിഞ്ഞാൽ 400 ആണ് വരുന്നത്. ടോട്ടൽ റെസീവ്സ് ഇൻക്ലൂഡിംഗ് ദി ബോറോവിംഗ്, അതായത് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ക്യാപിറ്റൽ റെസീവ്സ് പ്ലസ് അതേപോലെ തന്നെ റവന്യൂ റെസീവ്സ് ഫുൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോടെ എക്സാക്ട്ലി നമുക്കവിടെ എന്താണ് വരുന്നത്? 400 ആണ് വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റവന്യൂ റെസീവ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോടെ എത്രയാണ് വരുന്നത്? 250 ആണ് വരുന്നത്. വളരെ വ്യക്തമായിട്ട് റവന്യൂ റെസീവ്സ് എത്രയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ ക്യാപിറ്റൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് നമ്മളെ സംബന്ധിച്ച് അവിടെ വരുന്നത് എന്നുള്ളതാണ്. കാരണം 100 എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി അവിടെ എന്താണ്? ബോറോവിംഗ് ആണ്. സോ അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ 150 എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ റെസീവ്സിൽ നിന്ന് 100 ബോറോവിങ്സ് കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് നമ്മളെ സംബന്ധിച്ച് അവിടെ 50 ആണ് നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കവിടെ എങ്ങനെ പറയാൻ പറ്റും? ആക്ച്വലി ടോട്ടൽ റെസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ റവന്യൂ റെസീവ്സ് ഫുൾ ആയിട്ട് എത്രയാണുള്ളത്? വളരെ ഡയറക്റ്റ് ആയിട്ട് പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ റെസീവ്സ് ഫുൾ ആയിട്ട് എത്രയാണുള്ളത്? ഇത് കണ്ടോ 250 ആണ് ഉള്ളത് റവന്യൂ റെസീവ്സ്.
ആൻഡ് ദെൻ ക്യാപിറ്റൽ റിസീവ്സ് എത്രയാണ് 150 പക്ഷേ ക്യാപിറ്റൽ റിസീവ്സ് 150 വരുമ്പോൾ അതിൽ 100 എന്ന് പറയുന്നത് എന്താണ് ബോറോവിംഗ് ആണ്. ആ ബോറോവിംഗ് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ എഫക്റ്റീവ്ലി ക്യാപിറ്റൽ റിസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും 50 ആയിട്ട് മാറും. അതാണ് ഇവിടെ നമ്മൾ എക്സാക്ട്ലി നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. റവന്യൂ റിസീവ്സ് 250, ബോറോവിംഗ്സ് കുറച്ചുള്ള ക്യാപിറ്റൽ റിസീവ്സ് 50. അപ്പോൾ രണ്ടോടെ ചേർത്ത് 250 50 എന്ന രീതിയിലേക്ക് നമുക്ക് പറഞ്ഞതിനും ടോട്ടൽ റിസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എത്രയാണ് 300. ആൻഡ് ദെൻ അതേപോലെ തന്നെ വളരെ എവിഡൻലി നമ്മളോട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാസേജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മളെ സംബന്ധിച്ച് 300 കോടിയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതേസമയം നമ്മളെ സംബന്ധിച്ച് എത്രയാണ് 100 കോടിയാണ്. 300 കോടിയാണ്. ഇവിടെ കണ്ടോ 300 കൊടുത്തിട്ടുണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് 100 കോടി കൊടുത്തിട്ടുണ്ട്. രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ അപ്പോൾ നമ്മളെ രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എത്ര കിട്ടും 400 കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഡേറ്റ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. എന്താ പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് 400 കോടിയാണ്. അതേപോലെ തന്നെ ടോട്ടൽ റെസീപ്റ്റ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബോറോവിംഗ്സ് അതിൻ്റെ അകത്ത് 100 കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് റവന്യൂ റെസീപ്റ്റ്സിന്റെ 250 100 കുറച്ചിട്ടുള്ള ക്യാപിറ്റൽ റിസീവ്സിന്റെ റെസിഡ്യൂവിൽ 50 എടുത്തു കഴിഞ്ഞാൽ 300 ആണ് നമ്മളെ സംബന്ധിച്ചോടെ എന്ത് കിട്ടുന്നത് ടോട്ടൽ റിസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ടോട്ടൽ റിസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എത്രയാണ് 400 300 നമ്മുടെ ഡിഫറൻസ് ആണ്. ഓക്കെ, 400 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബോറോവിംഗ്സ് കുറച്ചുള്ള ടോട്ടൽ റിസീവ്സ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് എന്ന് പറയുന്നത് 300. ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് എന്ന് നമ്മളെ സംബന്ധിച്ച് എത്രയാണ് ആബ്സലൂട്ട് നമ്പേഴ്സിൽ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ് 100 കോടിയാണ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അബ്സലൂട്ട് നമ്പേഴ്സിൽ എത്ര കോടി എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അത് ആസ് പെർസെന്റേജ് ഓഫ് GDP എത്രയാണെന്നുള്ളതാണ്. ആൻഡ് ദെൻ GDP എത്രയാണെന്നുള്ള വളരെ എവിഡൻലി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. GDP എത്രയാണ് 2000 കോടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അബ്സലൂട്ട് നമ്പേഴ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 300 കോടിയും 400 കോടിയും നമ്മുടെ ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ 100 കോടിയാണ്. ആൻഡ് ഈ 100 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് 200 കോടിയുടെ അതായത് GDPയുടെ പെർസെന്റേജ് എടുത്ത് കഴിയുമ്പോഴത്തേനും എത്ര പ്രപ്പോർഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ ആക്ച്വലി നമുക്കവിടെ എന്ത് പറയാൻ പറ്റും, ഓക്കെ 100 കോടിയാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് അബ്സലൂട്ട് നമ്പേഴ്സിൽ. GDP എന്ന് പറഞ്ഞിരിക്കുന്നത് 2000 കോടിയാണ്. സോ അപ്പം 100 ഡിവൈഡ് ബൈ 2000 ടൈംസ് ദി 100 ഈസ് ഈക്വൽ ടു നമ്മളെ സംബന്ധിച്ചിട്ടാണ് 5% ആണ്. 5% അവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻ എടുത്ത് നോക്കി, വളരെ എവിഡൻലി നമ്മുടെ ഓപ്ഷനിൽ ഇതേ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ് 5%. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സാക്ട്ലി എത്രയാണ് ഓപ്ഷൻ നമ്പർ 1 5% ആണ് എന്നുള്ളതാണ്. സോ അപ്പോൾ അത് കാൽക്കുലേഷന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകൾ സംഭവമുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് അവിടെ നോക്കാം. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻസിൽ എന്തൊക്കെയാണ് കുറച്ച് കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്ന് 100 കോടി നമ്മൾ കുറച്ച് കളഞ്ഞു. എന്തുകൊണ്ടാണ് എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് ആണ്. എക്സെപ്റ്റ് ദി ബോറോവിംഗ്സ് അല്ലെങ്കിൽ 50 മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റും, ആസ് പെർസെന്റ് ഓഫ് GDP ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 5% ആണ്. ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്നുള്ളതാണ്. പ്രൈമറി ഡെഫിസിറ്റിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച ഏത് പറഞ്ഞിരിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഏത് പറഞ്ഞിരിക്കുന്നത് ഡീവിയേഷൻ ആണ് ആക്ച്വലി ഏത് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5% അല്ലെങ്കിൽ അബ്സലൂട്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 100 കോടിയാണ് നമ്മളവിടെ കണ്ടതാണ്. ആൻഡ് ദെൻ പാസേജ് എടുത്ത് നോക്കി ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയാണ് 90 കോടിയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയ 100 കോടിയിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയ 90 കോടി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മിച്ചമുള്ള 10 കോടി അതാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് അബ്സലൂട്ട് നമ്പേഴ്സ് എത്രയാണ് 10 crores ആണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അബ്സലൂട്ട് നമ്പേഴ്സിൽ എത്ര എന്നുള്ളതല്ല, ആസ് പെർസെന്റേജ് ഓഫ് GDP ആണെന്നുള്ളത്. GDP എത്രയാണ് ഓൾറെഡി നമ്മൾ കണ്ടതാണ് 2000 crores ആണ് ആക്ച്വലി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം 10 ഡിവൈഡഡ് ബൈ 2000 ടൈംസ് 100 ഈസ് ഈക്വൽ ടു 0.5% ആണ്. ഇത് എക്സാക്ട്ലി കണ്ടോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന മിച്ചമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അതായത് 100ൽ നിന്നും 90 പോയി കഴിഞ്ഞാൽ 10 ആണുള്ളത്. 10 2000ന്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 0.5% ആണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ പറ്റും. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ചോദിച്ചിരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും നമുക്കിത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇക്വേഷൻ ആണ് എന്നുള്ളതാണ്. നിങ്ങൾ പല കുട്ടികളും ഇത് എക്സാമിൽ എഴുതിയതാണ്. ആ സമയത്ത് ഇത് കണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ആൻഡ് ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾ പേഴ്സണേജ് ഒക്കെ പഠിക്കുന്നത് വളരെ ഈസി ആയിട്ട് പേഴ്സണേജിലായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 5ൽ 5 പൂർണ്ണമായിട്ടും ശരിയാക്കാവുന്ന ഒരു സെഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതും പെർസെന്റേജ് ഓഫ് GDP ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് റവന്യൂ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ സംബന്ധിച്ച് അവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പം റവന്യൂ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ റവന്യൂ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റിസീവ്സ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീവ്സും നമ്മളുടെ എന്താണ് ഡിഫറൻസ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ
പാസേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാസേജിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. സി, ഒന്നാമത് തന്നെ കിടപ്പുണ്ട് റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് ദെൻ അതേപോലെ തന്നെ ഏതാ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ. വളരെ വ്യക്തമായിട്ട് നമ്മളെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പാസേജ് തന്നിരിക്കുന്നു. എത്രയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? 300 ആണ്. റവന്യൂ റെസീപ്റ്റ്സ് എത്രയാണ്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് തന്നിരിക്കുന്നത് 250 ആണ്. സി, പാസേജ് എടുത്ത് നോക്കിയാൽ മതി. റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെ എവിഡന്റ്ലി അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? റവന്യൂ റെസീപ്റ്റ്സ് തന്നിട്ടുണ്ട്. 250 ആണ്. നേരിട്ട് നമുക്കത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ അപ്പൊ എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ആയ 300ന്റെയും അതേപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ്സ് ആയ 250ന്റെയും ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് എന്ത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എത്ര വരും അത്? 300 നിന്ന് 250 കുറച്ച് കഴിഞ്ഞാൽ 50 ആണ് വരുന്നത്. സോ അപ്പൊ 50 2000ന്റെ എത്ര ശതമാനമാണ്? അതാണ് നമ്മളോട് ബേസിക്കലി ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 50 ഡിവൈഡ് ബൈ 2000 ടൈംസ് 100 ഈസ് ഈക്വൽ ടു 2.5% ആണ് അവിടെ വരുന്നത് ആക്ച്വലി. അപ്പൊ 2.5% നമ്മുടെ ഓപ്ഷൻസ് എടുത്ത് നോക്കി. അങ്ങനെ ഓപ്ഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? യെസ്, അബ്സല്യൂട്ട്ലി നമ്മളെ സംബന്ധിച്ച് ഓപ്ഷൻ വരുന്നത് ഏതാണ്? 2.5 ആണ് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാണ്ട് നോക്കുമ്പോഴത്തേനും റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റ്സും അവിടുന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്. റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും അത് നേരിട്ട് നമ്മുടെ പാസുകൾ തന്നിട്ടുണ്ട്. അത് എടുക്കുക, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ആൻഡ് അത് പെർസെന്റേജ് ഓഫ് GDP എത്രയാണെന്ന് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ചോദിച്ചിരിക്കുന്ന അടുത്ത് എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്നുള്ളതാണ്. സി, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിനൊക്കെ കുറച്ചുകൂടെ വളരെ റിഫൈൻഡ് ഫോർമാറ്റിൽ ഡിസ്കസ് ചെയ്തതിനു വേണ്ടി 2012 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ആക്ച്വലി അത് ഈ പറഞ്ഞിരിക്കുന്ന എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രണവ് മുഖർജിയുടെ സമയത്താണ് 2012 ഇത് കൊണ്ടിരുന്നത്. FRBM ആക്ടിന്റെ അമെൻമെന്റ് വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ ബജറ്റിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇപ്പോൾ ഓൾറെഡി വെച്ചിരിക്കുന്ന റവന്യൂ ഡെഫിസിറ്റില്ലേ, ആ റവന്യൂ ഡെഫിസിറ്റ് 50 കോടി നമ്മൾ കണ്ട അതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? ഗ്രാന്റ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് കുറച്ചാൽ മതി. ഓക്കെ, ഓൾറെഡി നമ്മുടെ കൈവശം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 50 കോടിയാണ്. അതിൽ നിന്ന് ഇനി എന്ത് കുറച്ചാൽ മതി? ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി. പാസേജ് എടുത്ത് നോക്കി. ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടോ? ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് നോക്കി, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എടുത്ത് നോക്കി എന്താണ് എന്നുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20 കോടിയാണ് നമ്മൾ ഗ്രാന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കണ്ടോ, ഇത് കിടക്കുന്നു. ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ശ്രദ്ധിച്ച് നോക്കണേ, പാസേജ് വായിച്ച് നമ്മൾ എക്സാം ചെയ്തതാണ്. പല സമയത്തും നമ്മൾ നോക്കുമ്പോൾ ആ സ്ക്രോൾ ചെയ്ത് അല്ലെ CBT എക്സാം ആണ്, സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഡിജിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കെയർഫുൾ ആയിട്ട് ഡാറ്റ നിങ്ങൾ വായിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന റവന്യൂ ഡെഫിസിറ്റ് 50 കോടിയാണ്. അതിൽ നിന്ന് ഗ്രാന്റ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് അസറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ 20 ആണ്. നമ്മളെ സംബന്ധിച്ച് എത്ര കിട്ടും? 30 ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 30 കോടിയാണ് എഫക്റ്റീവ്ലി നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കുന്നത്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി അത് അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, 30 കോടി എന്ന് പറയുന്ന അബ്സല്യൂട്ട് നമ്പേഴ്സിൽ അല്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് GDPയുടെ എത്ര പെർസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. GDP ഓൾറെഡി തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണ്. കുറെ നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എത്രയാണ്? 2000 കോടിയാണ്. സോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് എത്ര പറയാം? അതായത് 30. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അബ്സല്യൂട്ട് നമ്പേഴ്സിൽ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. 30 ഡിവൈഡ് ബൈ 2000 ആൻഡ് ദെൻ പിന്നെ എത്രയാണ്? ടൈംസ് 100 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.5 ആണ്. 1.5 ആണ് നമ്മളെ സംബന്ധിച്ച് എത്രയായിട്ട് വരുന്നത്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കി. യെസ്, എക്സാക്ട്ലി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1.5 ആണ് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടിൻ ഡെഫിസിറ്റ് എന്താണെന്നുള്ളതാണ്. സി, ലിസൺ ടു മീ. ടിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ പോലൊരു എക്കോണമിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. കാരണം നമുക്കറിയാം 2003 മുതൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് FRBM ആക്ട്. FRBM ആക്ട് എന്ന് പറയുന്നത് നമ്മൾ നിലകൊള്ളുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ്. അപ്പം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു കോമ്പൗണ്ട് ആണ് ബേസിക്കലി ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടിൻ ഡെഫിസിറ്റിൽ. 2 ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടോട് ചേർന്ന് ചെയ്യുന്നതിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് കറണ്ട് അക്കൗണ്ട്, ആ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ബജറ്റ് എടുത്ത് ബജറ്റിന്റെ ഏത് പറഞ്ഞിരിക്കുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പൊ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ പ്രസൻസും ബാലൻസ് ഓഫ് പേയ്മെന്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഒരേപോലെ ഒരു എക്കോണമിയിൽ പ്രസൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനോമിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? ദ ടിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പാസേജ് എടുത്ത് നോക്കിയാൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് എത്ര കോടിക്ക് തുല്യമാണ്? 50 കോടിക്ക് തുല്യമാണ് നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടിൻ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ടിൻ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് പ്ലസ് ദി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിച്ചാണ്, ഓർക്കുന്നില്ല? ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? അബ്സല്യൂട്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്?
100 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒരിക്കലും ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഫറൻസ് എടുത്ത് വീണ്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആ പെർസെന്റ് ഓഫ് GDP എടുത്തണമെന്ന് അറിയാം നമുക്ക്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് എന്തൊന്നും നമുക്ക് അറിയാൻ സാധിക്കും. അബ്സല്യൂട്ട് നമ്പേഴ്സിൽ എത്രയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. 100 കോടിയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ആൻഡ് ദെൻ നേരിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ പാസേജിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എത്രയാണ് 50 കോടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് പ്ലസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് 100 കോടിയും അതിന്റെ കൂടെ തന്നെ 50 കോടിയും. 100 കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അബ്സല്യൂട്ട് നമ്പേഴ്സിലുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. 50 കോടി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. രണ്ടുകൂടെ ചേർന്ന് എന്താണ്? 150 കോടിയാണ്. അപ്പം ഈ 150 കോടി എന്ന് പറയുന്ന അബ്സല്യൂട്ട് നമ്പേഴ്സ് അല്ല നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് GDP-യുടെ എത്ര ശതമാനം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻസ് 150, അതായത് നമ്മളെ സംബന്ധിച്ച് ടിൻ ഡെഫിസിറ്റ് നമ്മൾ കണ്ടത് ഡിവൈഡ് ബൈ 2000, ദാറ്റ്സ് എ GDP ടൈംസ് 100 ഈസ് ഈക്വൽ ടു 7.5 ആണ്. 7.15 ആണ് നമ്മളെ സംബന്ധിച്ച് എന്ത് വരുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ച് അതാണ് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ അതായത് ഇപ്പം ഈ ഒരു പാസേജ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു പാസേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 5-ൽ 5 സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഈ പാസേജ് ബേസ് ചെയ്ത് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പാസേജ് ബേസ് ചെയ്ത് ക്വസ്റ്റൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യക്തമായിട്ടുള്ള അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ യൂണിയൻ ബജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്, അതിന്റെ ഒരു ഡിവൈഡൻസ് എങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കണ്ടു എന്താണ് റവന്യൂ ബജറ്റ്, എന്താണ് ക്യാപിറ്റൽ ബജറ്റ്, അതിന്റെ ഡിഫറൻസിയേഷൻസും ഡിഫറെന്റ് കോമ്പൗണ്ട്സും എങ്ങനെയൊക്കെയാണ് വരുന്നിരിക്കുന്നത്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഓരോ കോൺസെപ്റ്റും എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന 90s-ലാണ് ന്യൂ എക്കണോമിക് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എഫക്റ്റീവ് റവന്യൂ പോളിസി ഞാൻ പറഞ്ഞത് 2012 വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ മാത്രം അറിയുന്ന പോലെ ആ കോൺസെപ്റ്റിന്റെ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീപ്സും നമ്മൾ ഡിഫറൻസ് ആണ്. പക്ഷേ ടോട്ടൽ റെസീപ്സ് നമ്മൾ എന്ത് പരിഗണിക്കില്ല? ബോറോവിങ്സ് നമ്മൾ പരിഗണിക്കില്ല. പ്രൈമറി ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ത് കുറച്ചാൽ മതി? ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പ്രൈമറി ഡെഫിസിറ്റിലേക്ക് പോകാൻ, കാരണം നേരിട്ട് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇവിടെ ലാസ്റ്റ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന 4ാമത്തെ ക്വസ്റ്റൻ എടുത്ത് നോക്കി, അല്ലെങ്കിൽ 5ാമത് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റൻ എടുത്ത് നോക്കി, ടിൻ ഡെഫിസിറ്റ്. ആ ടിൻ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഫിസ്ക്കൽ ഡെഫിസിറ്റും അതിലൂടെ എന്തുകൊണ്ട് കൂട്ടിയാൽ മതിയായിരുന്നു? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലൂടെ. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കുക, ഈ 3 ക്വസ്റ്റനും നമ്മൾ സോൾവ് ചെയ്യാണ്ട് ഏത് ക്വസ്റ്റൻ ആണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ആൻസർ നമുക്ക് കിട്ടും. അതിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് പ്രൈമറി ഡെഫിസിറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റിനോട് എന്ത് കൂട്ടി കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടി കഴിഞ്ഞാൽ ടിൻ ഡെഫിസിറ്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിച്ച് ഈസി ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റൻ നമുക്ക് ആൻസർ പറയുന്നത് ഏതൊക്കെയാണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ടിൻ ഡെഫിസിറ്റ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഏതാ പറഞ്ഞിരിക്കുന്നത്? റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ. കാരണം റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഗ്രാൻഡ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് അസറ്റ്സ് കുറച്ച് നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടും? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടുമെന്നുള്ളതാണ്. ഇത് എക്കണോമിക്സിൽ, പബ്ലിക് എക്കണോമിക്സിൽ നമ്മൾ ഈസി ആയിട്ട്, എസ്പെഷ്യലി പബ്ലിക് ഫിനാൻസ് എടുത്ത് ഇതിന് യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ചില കോൺസെപ്റ്റ് ആണെന്നുള്ളത്. എന്ന് മാത്രമല്ല വളരെ എവർഗ്രീൻ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയയാണ് ബജറ്റ് ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും സംടൈംസ് ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ട്, മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്, കറണ്ട് ബജറ്റിലെ ഡേറ്റുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റൻസ് ഇവിടെ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, ദെൻ ബേസിക് കാൽക്കുലേഷൻസ് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടിട്ട് ചെയ്ത എക്സാമിൽ ചോദിച്ചിരുന്ന പാസേജും ആ പാസേജ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ ആൻസർ കീ വന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചെയ്ത ക്വസ്റ്റൻസിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആണ്, UGS ക്വസ്റ്റൻസോട് ഡിസ്ക്രിപ്പൻസി ഉണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതേപോലുള്ള വീഡിയോസ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം ചാനൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനൽ വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ക്ലാസ്സിൽ എങ്ങനെ ഫോളോ ചെയ്യുന്ന നല്ലൊരു അവയർനെസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഈ സെഷൻ ഞാനിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ട്സോ സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ആൻസേഴ്സ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇത് ചുമ്മാ അങ്ങ് പഠിച്ചിട്ട് പോകരുത്. ഞാനിവിടെ തന്നിരിക്കുന്ന ആ ഇക്വേഷൻസ് ഇല്ലേ, ആ 5 ഇക്വേഷൻസും വളരെ നന്നായിട്ട് നോട്ട് ചെയ്തെടുത്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ സൈൻ ഓഫ് ചെയ്യുവാണ്. അടുത്ത സെഷൻസുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.